ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ടെററിസം ഒരിക്കലും അവസാനിക്കില്ല, അതല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം ഇപ്പോൾ കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മലയാളി ഉൾപ്പെടെ 28 പേരാണ് ഇക്കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഭീകരാക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കശ്മീർ റെസിസ്റ്റന്റ് എന്ന അധികം അറിയപ്പെടാത്ത ഒരു സംഘടന ആദ്യം രംഗത്തെത്തിയെങ്കിലും അത് പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ലഷ്കർ-എ തയ്യബയുടെ സഹസംഘടനയാണെന്ന ഒരു ആരോപണമാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ കശ്മീരിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഈ സമയത്ത് നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരപരാധിയായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അതിൽ കലങ്ങാത്ത ചില സംഗതികളുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്തിനാണ് ഈ ഭീകരർ ഇങ്ങനെ ടൂറിസ്റ്റുകളെ മാത്രം വെടിവെച്ച് കൊന്നതിൻ്റെ പിന്നിലുള്ള ചേതവികാരം? കശ്മീരി ജനങ്ങളുടെ ജീവിതം ടൂറിസ്റ്റുകളെ ആശ്രയിച്ചുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തുന്നതിലൂടെ ഈ ടൂറിസ്റ്റുകളെ ഇവിടെ നിന്നും അകറ്റുന്നത് സ്വന്തം കഞ്ഞിയിൽ മണ്ണിടുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തി തന്നെയാണ്. തന്നെയുമല്ല, നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ഈ പാവം ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഇവിടെ വർഗീയ സംഘർഷങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ സ്വാധീനവും ഇപ്പോൾ ഈ കാശ്മീരിലുണ്ട്. പൊതുവെ റിലാക്സ്ഡായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത്. അതുമാത്രമല്ല, കുറേ വർഷങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. ഇരു രാജ്യങ്ങളും പരസ്പരം മറന്നതുപോലെ അവരവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് പാകിസ്ഥാൻ സഹായത്തോടെ ഭീകരർ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിലാണ് മേജർ രവി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഈ നടന്നത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമല്ല, ഇവിടെ നിന്ന് തന്നെ ആരോ ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു BJP സഹയാത്രികനാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ സംശയം തോന്നിയത് എന്തുകൊണ്ടായിരിക്കണം? ഈ അക്രമികൾക്ക് അറിയേണ്ടത് ജാതിയും മതമായിരുന്നു എന്നതും ഇതെല്ലാം വർഗീയത പരത്താനുള്ള ഒരു ശ്രമമാണ് എന്നാണ് മേജർ രവിയുടെ പ്രതികരണം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം കൂടി കേൾക്കാം. നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് റിലാക്സ്ഡ് ചെയ്തതുപോലെയുള്ള തോന്നലുണ്ട്. ഇത്തരം പ്രശ്നബാധിത മേഖലകളിൽ സൈന്യത്തെ പിൻവലിക്കുന്ന സമയത്ത് കാലക്രമേണ അത് സാധാരണ നിലയിലേക്ക് വരും. സുരക്ഷാ സൈന്യം ഉണ്ടെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവില്ല. അത്തരം സാഹചര്യമായിരുന്നു കാശ്മീരിൽ ഇപ്പോൾ. സൈനിക വേഷത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടന്നതിനെ ബോംബെ ഭീകരാക്രമണം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്നാണ് മേജർ രവി പറയുന്നത്. ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഞാൻ കാണുന്നില്ല എന്ന് മേജർ രവി പറയുന്നു. ഭീകരർ മതം ചോദിച്ചിട്ട് വെടിയുതിർത്തതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. ഹിന്ദുവാണോ എന്നായിരുന്നു ചോദിച്ചത്. ഹിന്ദുവും മുസ്ലിമും തമ്മിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കലാപം ഉണ്ടായിട്ടില്ല. രാജ്യസ്നേഹം തീരെ ഇല്ലാത്തവരാണ് ആക്രമണം നടത്തുന്നത്. വിവരദോഷികളാണ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ മേജർ രവിയുടെ അഭിപ്രായം. ഒരു BJP സഹകാരി ആയിരുന്നിട്ട് പോലും ഇദ്ദേഹത്തിന് ഈ സംശയമുണ്ടായത് ഇന്ത്യൻ വർഗീയ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ളത് കൊണ്ടാണ്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏതൊരു ആക്രമണത്തെയും ഇപ്പോൾ ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് എന്ന് വേണം നമ്മൾ അറിയാൻ. ഈ സംശയം വർദ്ധിക്കാൻ കാരണം ഇത്തരം വളരെ സെൻസിറ്റീവായ സാഹചര്യങ്ങളെ മുതലെടുക്കാനും കൂടുതൽ വർഗീയ വിദ്വേഷം പരത്താനും കലാപങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിനെ ഈ അവസരങ്ങളിൽ കാണാമെന്നുള്ളതാണ്. അതിലൊന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ഗൗതം ഗംഭീറിനെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു പ്രചാരണം. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഗംഭീർ എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിന് മറുപടിയായി അദ്ദേഹത്തെ കൊല്ലുമെന്നാണ് വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. എന്തിന് ഗംഭീറിനെ കൊല്ലണം? ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഈ ഭീകരന്മാരോട് നമുക്കുള്ള അതേ ദേഷ്യം തന്നെയല്ലേ ഈ ഗംഭീറിനുമുള്ളത്. അത് അദ്ദേഹം പങ്കുവച്ചു. അതുകൊണ്ട് അയാളെ കൊല്ലണം. ഈ വിഷയത്തെ കൂടുതൽ തീവ്രമാക്കാനുള്ള ചിലരുടെ ഇടപെടലുകളാണ് ഇതൊക്കെ. ഈ ഗൗതം ഗംഭീറിന് എവിടെ നിന്ന് മെയിൽ വന്നു, ആരയച്ചു എന്നൊന്നുമില്ല. ഗൗതം ഗംഭീറിന് ഒരു മെയിൽ വന്നു, അത് അദ്ദേഹത്തെ കൊല്ലുമെന്നാണ്. അതിന് കൃത്യമായ ഒരു കാരണങ്ങളൊന്നുമില്ല. അദ്ദേഹം ഈ ഭീകരാക്രമണം നടത്തിയവരെ തിരിച്ചാക്രമിക്കും എന്ന് ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതുകൊണ്ടെന്ത് കുഴപ്പം? അദ്ദേഹത്തിന് അങ്ങോട്ട് പറയാൻ പാടില്ലേ? നമ്മളെല്ലാവരും പറയും ഇത് ചെയ്തവനെ തിരിച്ചാക്രമിക്കണം. കാരണം ഒരു കാരണവുമില്ലാതെ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് തിരിച്ചടിക്കേണ്ടതുണ്ട്. ആരായാലും ശരി, അത് ഇന്ത്യക്കകത്തുള്ളവരായാലും ശരി, ഇന്ത്യക്ക് പുറത്തുള്ളവരായാലും ശരി.
അവരെ പിടികൂടേണ്ടതും ശിക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതിന് പകരം ഈ സോഷ്യൽ മീഡിയകളിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പരത്തിക്കൊണ്ട് ഒരു വിഭാഗം മാത്രം ഞങ്ങളുടെ ഇന്ത്യയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില വാദഗതികൾ നടത്തുകയും മറ്റൊരു വിഭാഗത്തെ അവർ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അവനവൻ ജീവിക്കുന്ന രാജ്യത്ത് എപ്പോഴും സമാധാനവും സന്തോഷവും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിലാദ്യം അന്വേഷിക്കേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാകുന്നത് ആർക്കാണ് എന്നുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് അന്വേഷണം ഉണ്ടാവുക. ഇങ്ങനെ ഒരു ആക്രമണം നടന്നാൽ അതിലൂടെ ആർക്കാണ് ലാഭം ഉണ്ടാകും? പാകിസ്ഥാന് ലാഭമുണ്ടാകും എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനാണ് അതിൻ്റെ പിന്നിൽ കാരണക്കാർ. ഇനി അഥവാ ഇന്ത്യക്കാണ് ലാഭം ഉണ്ടാകുന്നതെങ്കിൽ ഇന്ത്യക്കാരാണ് അതിൻ്റെ പിന്നിൽ കാരണക്കാർ. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ ലോജിക്കായ ഒരു സംഗതി. അതാണ് അന്വേഷിക്കേണ്ടത്. അതിനി ആരായാലും അവരെ പിടികൂടേണ്ടതുണ്ട്. ഇന്ത്യ ശക്തമായ ഒരു രാഷ്ട്രമാണെന്ന് ഓർക്കണം. ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെ നേരിടാനുള്ള കരുത്തും ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ അതിശക്തമായ അന്വേഷണ വൈഭവവും ബുദ്ധികൂർമ്മതയുമുള്ള അന്വേഷണ സംഘങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അവർ ഇതിന്റെ പിന്നിലുള്ള സംഘത്തെ അന്വേഷിച്ച് കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അഥവാ പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളതെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിന് പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പു തന്നെയാണ്. ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ മുഴുവൻ നിർത്തിവെക്കുമെന്നും സിന്ധു നദീജലം പങ്കുവെക്കുന്ന കരാറിൽ നിന്നും പിന്മാറുന്നു, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും എന്നൊക്കെ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ സൗകര്യാർത്ഥം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇതൊരിക്കലും ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനത്തിലുള്ളത് ഒന്നുമല്ല. അതൊക്കെ പത്രക്കാരൊക്കെ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ അറിവ് വെച്ചിട്ടാണ് അവർ ഇതെല്ലാം പുറത്തേക്ക് വിടുന്നത്. ഇതിലൊന്നും വാസ്തവം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും ഇതിന്റെ പ്രായോഗികതയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു വികാരം മാത്രമാണ്. എടുത്തു ചാടി കുറെ ന്യൂസുകൾ കൊടുത്ത് കുറച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വായനക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയകൾ, യൂട്യൂബ് ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാൻ കഴിയും. അത് ഈസിയായ കാര്യമാണ്. എന്നാൽ സിന്ധു നദീജല കരാർ എന്നത് 1960 സെപ്റ്റംബർ 19 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഒരു ജലവിതരണ കരാറാണ്. ഈ കരാർ അനുസരിച്ച് സിന്ധു നദിയിലെ കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചിനാബ്, ഝലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഈ സിന്ധു നദീജല കരാറിൽ ഇന്ത്യക്കോ പാകിസ്ഥാനോ ഏകപക്ഷീയമായി താൽക്കാലികമായി നിർത്തിവെക്കാനോ റദ്ദാക്കാനോ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കൂടാതെ കരാറിലെ ഏതൊരു മാറ്റത്തിനും പരസ്പര സമ്മതവും ആവശ്യം തന്നെയാണ്. അതിനർത്ഥം സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യക്ക് ഏകപക്ഷീയമായി മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അഥവാ ഏകപക്ഷീയമായി പിന്മാറിയാൽ കരാർ പ്രകാരം അനുവദിച്ച നദികളിലെ അവകാശങ്ങൾ ഫലത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് വാസ്തവം. തന്നെയുമല്ല, ഈ ഒരു തർക്കം അന്താരാഷ്ട്ര കോടതിയുടെ മധ്യസ്ഥതയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് അത് വൻ നഷ്ടമാവും ഉണ്ടാക്കുക. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിലുണ്ടായ ഒരു കശ്മീർ യുദ്ധത്തിലും 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പോലും ഈ സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമായ യുദ്ധ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറാത്തത് ആ കരാറിന്റെ ഉറപ്പ് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ ആവേശം കൊള്ളിക്കാനുള്ള ചില നമ്പറുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഭീകരാക്രമണം നടന്നതിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു യുദ്ധം എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മൾ വെറുതെ നാവ് കൊണ്ട് പറയുന്നത് പോലൊന്നുമല്ല. അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോലും കഴിയില്ല. രണ്ട് രാജ്യങ്ങളും നശിച്ചു തന്നെയാവും തീരുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ ഇന്ത്യ ബോധിപ്പിക്കേണ്ടതുണ്ട്. യുദ്ധത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ഉണ്ടാവണമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, ഇരു രാഷ്ട്രങ്ങളും ആണവശേഷി കൈവരിച്ചവരുമാണ്. അതുകൊണ്ട് ഇരു കൂട്ടരും എടുത്തുചാടി ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ യൂട്യൂബർമാരും മറ്റ് പത്രക്കാരും ചാനലുകാരൊക്കെ പ്രേക്ഷകരെ കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ ഇങ്ങനെ ഒരു നല്ല ഒരു കവറേജ് കിട്ടാൻ വേണ്ടി, നല്ല ഒരു വ്യൂവേഴ്സിനെ ഇങ്ങനെ ചടലുമായി പിടിച്ചു നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് തട്ടിവിടലുകളൊക്കെ നടത്തും. ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല കേട്ടോ. പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല അവർ പറയുന്നത് ഒന്നും തന്നെ. ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് അതെല്ലാം ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കും എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. കാരണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ജനങ്ങൾ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ കുറെ യൂട്യൂബർമാരോ അല്ലെങ്കിൽ പത്രക്കാരോ ചാനലുകാരോ പറയുന്നത് കേട്ട്
എടുത്തിയാടി ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അവിടെ നയതന്ത്രജ്ഞരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം തമ്മിൽ ചർച്ച ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ അവസാനവട്ട ചർച്ചകളെല്ലാം നടത്തിയിട്ട് തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതല്ലാതെ ഇതുപോലെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടോ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ കറാച്ചി കൊണ്ട് ബോംബിടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചാനലുകാരും യൂട്യൂബർമാരും ഒക്കെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി, അതായത് അവരുടെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി അടിക്കുന്ന ഹെഡിങ്ങുകളും ഇതൊക്കെയുള്ളത് നമ്പരുകൾ, അതൊക്കെ അവരുടെ അറിവില്ലായ്മ തന്നെ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം ചെയ്യുന്ന ഒരു തന്ത്രമാണ്. പ്രേക്ഷകരെ പിടിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പു തന്നെയാണ്. ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു ആക്രമണങ്ങളുടെയും പിന്നിലുള്ള കാരണം ഇന്ത്യയുടെ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അത്ര കഴിവുള്ള വൈഭവമുള്ളവരാണ് നമ്മുടെ ഏജൻസികൾ. അവരിതും കണ്ടെത്തും, ഇതിലെ കുറ്റവാളികളെ പിടികൂടുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.